ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് മിസ്സിങ് കംപ്ലൈൻ്റാണ് മെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ അത് കൂടാണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക. അതായത് ശരിക്കും നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പെട്രോളൊക്കെ കിട്ടാത്ത പോലുള്ള രീതിയിലുള്ള മിസ്സിങ്ങാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല ഇറിറ്റേഷനായ രീതിയിലുള്ള മിസ്സിങ്ങാണ്. പിന്നെ അതേപോലെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഓയിൽ മാറ്റാം. പിന്നെ ഉള്ളത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അതിൽ ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയറുകൾ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ കടകട സൗണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം നിലവിലുള്ള വണ്ടി ഓടിച്ചു നോക്കി മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഭീകരമായ രീതിയിലുള്ള മിസ്സിങ് കാണിക്കുന്നുണ്ട്. നിലവിൽ രണ്ട് രീതിയിലാണ് മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരാം. യൂണിക്കോൺ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്. പിന്നെ അതേപോലെ തന്നെ സെയിം പ്രോബ്ലം ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ടും വരും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് CDI എന്ന് പറഞ്ഞ യൂണിറ്റ്, ഈ ഇരിക്കുന്ന യൂണിറ്റിൻ്റെ പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് വരും. അപ്പം നിലവിൽ നമുക്ക് ഫസ്റ്റ് കാർബറേറ്റർ ഭാഗം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ CDIയുടെ കേസ് മാറ്റി വെച്ച് കൺഫേം ചെയ്യാം കേട്ടോ. ഈ രണ്ട് പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും വരാറ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കി മിസ്സിങ്ങിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡറാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴേ ചെയിൻ മാക്സിമം വലിച്ച് ഏറ്റവും അറ്റത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ചെയിനൊന്ന് കയറ്റിയിട്ട് ഒരു കണ്ണി എടുത്തിട്ട് അടുപ്പിച്ച് കയറ്റിയിടാം. പരമാവധി ചെയിൻ ഉപയോഗിച്ച് തീർക്കാം. ചെയിൻ പിന്നീട് മാറ്റണ സമയത്ത്, ഇപ്പോൾ മാറ്റണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ട് മാറ്റിയാലും മതി. പറയാൻ കാരണം ഏറ്റവും കൂടുതൽ മഴ സമയത്താണ് ചെയിൻ സ്പോക്കറ്റും ഫ്രണ്ട് കോൺസെപ്റ്റ് ഫ്രണ്ട് ഫോർക്കൊക്കെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സമയത്താണ്. കൂടുതൽ മഴ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് കംപ്ലയിൻറ്റ് കൂടുതൽ കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മളൊന്ന് ചെയിൻ കട്ട് ചെയ്തിടുന്ന കേസ് പറഞ്ഞത്. ചെയിൻ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തിട്ടതിന് ശേഷം ചെയിൻ ഗ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നീട് ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ സസ്പെൻഷൻ്റെ ബെയറിങ്, നീഡിൽ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയിൻ സ്പോക്കറ്റ് മാറ്റണ കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പുതിയ ചെയിൻ ഇതുമ്പോൾ സെറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് നമുക്ക് മാക്സിമം ലൈഫ് കിട്ടുള്ളൂ. തന്നെയല്ല പുതിയ ചെയിൻ സ്പോക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റിലത്തെ ഒരു 500 കിലോമീറ്ററിനുള്ളിലൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ലൂസാവും. അത് കഴിഞ്ഞാൽ ഓരോ 1000 കിലോമീറ്ററും ചെയിൻ നോക്കിയിട്ട് ലൂബ്രിക്കേഷൻ ആണെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. ഗ്രീസിങ് ആണെങ്കിൽ അതിന് ഏതാണോ നമ്മുടെ ഉപയോഗം അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലം ചെയിൻ കട്ട് ചെയ്തിടാം. അതിന് ശേഷം പിന്നീട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയുടെ ബെയറിങ്ങുകളൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ നല്ല ടയർ കിടക്കുന്നത്, ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ഇതൊക്കെ തന്നെ തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. എൻജിൻ ഓയിലും മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ, അപ്പോൾ അതിനകത്ത് നിലവിലുണ്ടല്ലോ ഈ കാർബറേറ്റർ അസംബ്ലി എന്ന് പറഞ്ഞാൽ പുതിയ കാർബറേറ്ററാണ്, പുത്തൻ കാർബറേറ്റർ ഇതും ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ അതിൻ്റെ സ്ലോജറ്റൊക്കെ ചെറിയൊരു ബ്ലോക്കേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ക്ലീനർ ഉപയോഗിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി റീസെറ്റ് ചെയ്ത് നോക്കാം. കാർബറേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ പുതിയ കാർബറേറ്റർ ആയതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം കാണിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വാക്യൂം പിസ്റ്റൻ്റെ ഈ ഒരു പിന്നുണ്ടല്ലോ, ഈ പിന്നിൻ്റെ പ്ലേ ഒരല്പം നമ്മൾ കുറച്ചിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു മിനിമം കേസിലൊക്കെ അത് ക്ലിയർ ആവാറുണ്ട്. എന്നിട്ടും റെഡി ആയില്ല, വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ CD യൂണിറ്റ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള CD യൂണിറ്റ് മാറ്റി വെച്ച് കൺഫേം ചെയ്യേണ്ടി വരും കേട്ടോ. CD യൂണിറ്റ് നമ്മൾ പുതിയത് എനിക്ക് വരും കമ്പനി ഐറ്റം വരുമ്പോൾ നമുക്ക് 2100 അങ്ങനെ എന്തോ റേഞ്ചാണ് വന്നെ. ഏകദേശം ഒരു 2000 രൂപ 2200 താഴെ നമുക്കതിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നോക്കിയതിന് ശേഷം കംപ്ലൈൻറ്റ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാതെ മാർഗ്ഗമില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ് വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് ഇതാണ് എൻ്റെ ലൈനാണ്, അതായത് ഇൻഡിക്കേഷൻ ലൈൻ എന്ന് പറയും. കാരണം അത് അതിനോട് ലെവലിലേക്ക് എത്തിക്കുമ്പോൾ മാറ്റണം. അപ്പോൾ ഇതുമ്മേ 3 ലൈനുണ്ട്, അതേപോലെ തന്നെ ഇതുമ്പോൾ 3 ലൈനുണ്ട്. ഈ 3 ലൈനിൽ ഇപ്പോൾ ഈ ഒരു ലൈൻ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കത് മാറ്റി പുതിയത് ഇടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ചെറിയൊരു ടൈറ്റൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തൊക്കെ കയറ്റിയിടാം. ഈ മാസ്റ്റർ കിറ്റ് ഉണ്ടല്ലോ, ഈ മാസ്റ്റർ കിറ്റ് ശരിക്കും ഇപ്പോൾ തൽക്കാലം പാഡ് സെറ്റ് മാറ്റാം. ഈ മാസ്റ്റർ കിറ്റ് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് നിലവിൽ. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് കംഫർട്ടല്ല, ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായി തുടങ്ങിയിട്ടുണ്ട്.
തൽക്കാലം നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റിയിട്ടാലും മതി. പിന്നീട് നമുക്ക് അതിൻ്റെ മാസ്റ്റർ യൂണിറ്റ് അഴിച്ച് മാറ്റുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കംപ്ലൈൻറ്റ് ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ആ യൂണിറ്റ് അഴിച്ച് മാറ്റി പുതിയത് വയ്ക്കുക. അത് റിപ്പയർ ചെയ്യാൻ നോക്കരുത്. റിപ്പയർ ചെയ്താലും നമ്മുടെ പൈസ നഷ്ടമായിരിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 700-800 നമുക്ക് ചിലവ് പ്രതീക്ഷിക്കാം, ലേബർ ചാർജ് എല്ലാം കൂടിയിട്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്താൽ പോലും റിപ്പീറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് പെട്ടെന്ന് തന്നെ കാണിക്കാറുണ്ട് സാധാരണ. നേരെ മറിച്ച് നമുക്ക് അതിനൊരു 1000-1300 തന്നെ മാസ്റ്റർ കിറ്റ് ഉള്ളൂ. അത് മേടിച്ച് മാറ്റി അടിയിലേക്ക് വരുന്ന ഈ കാലിപ്പർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിസ്റ്റസിൽ മാറ്റി റീസെറ്റ് ചെയ്താൽ ചുരുങ്ങിയത് നമുക്കൊരു 3-4 കൊല്ലെങ്കിലും വേറെ യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ലാതെ പുതിയത് എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് ഒന്ന് മാറ്റിയിടാം. അതിനുശേഷം കൂടുതൽ ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വലിയ താമസിച്ചാണ്ട് വന്നേക്കും അത് കേട്ടോ. ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്കതിൻ്റെ പിസ്റ്റൺ മാസ്റ്റർ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അടക്കം ഫുള്ള് ആ ഫ്ലൂയിഡ് വന്ന റിസർവ് ടാങ്ക് അടക്കം വരുന്ന യൂണിറ്റ് അടക്കം ഫുള്ള് മാറ്റി നമുക്ക് പുതിയത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ഫോർക്ക് ഓയിൽ ലീക്കായിട്ടുണ്ട്. ഇവിടെ ഓയിൽ ലീക്കായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയേക്കണമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കേസൊന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നിലവിൽ അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ട് ഫോർക്കിന്. അപ്പോൾ ഫോർക്ക് അത് അഴിച്ചു നോക്കിയിട്ട് കൈയോടെ അതിൻ്റെ ഓയിൽസീൽ മാറ്റി റീസെറ്റ് ചെയ്തിരിക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഫോർക്കിൻ്റെ ഇപ്പം നിലവിൽ ഓയിൽസീൽ മാറ്റിയാൽ മതി എന്ന് തോന്നുന്നു. കാരണം അത് അഴിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കേസ്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചതിൻ്റെ ഓയിൽസീൽ മാറ്റി ചെയ്യുമ്പോൾ 2 എണ്ണത്തിൻ്റെ ചെയ്യേണ്ടി വരും. ഓയിൽസീൽ മാറ്റി ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അഴിക്കുമ്പോൾ ഈ പൈപ്പിന് സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ പൈപ്പ് അടക്കം മാറ്റാൻ തയ്യാറായിട്ട് വേണം അഴിക്കാനായിട്ട് കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അഴിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിൽ തിരിച്ചങ്ങനെ തന്നെ കയറ്റാൻ പറ്റില്ല. കാരണം ഓയിൽസീൽ എന്തെങ്കിലും മാറ്റി കയറ്റണം. അപ്പോൾ പൈപ്പ് മാറ്റാണ്ട് കയറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, പെട്ടെന്ന് ലീക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോണേക്കാളും മുമ്പ് കൈയോടെ തന്നെ അത് റെഡിയാക്കി പോകണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.4 അടുത്ത് വരുന്നുണ്ട്. 13.20 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു 8.85 ഒക്കെ വരുന്നുണ്ട്. ഒരു 9ൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് അത്ര ഗുണകരമല്ല. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം കാണുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഈ ഭാഗത്ത് ഈ ടെർമിനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പൊളിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് ഈ സൈഡ് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ക്ലാവൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ക്ലാവ് ഇല്ലാതിരിക്കാനായിട്ട് അതിൻ്റെ കാര്യമായിട്ട് പ്രശ്നം വരാതിരിക്കാനായിട്ട് ക്ലാവിനൊരു സ്പ്രേ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതേപോലെ വാട്ടർ സർവീസ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ, അതായത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച രീതിയിൽ കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ അഴുക്കൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും. ഈ ചെയ്സിൻ്റെ ഭാഗത്ത് കാണുന്ന തുരുമ്പുകളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. ചെയിൻ ഫുള്ളായിട്ട് ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്തൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയിൻ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചെയിൻ കവറൊക്കെ അഴിച്ച് നമുക്ക് കഴുകാനും പറ്റും. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതിനകത്ത് ആ ഫോർക്കിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം അത് ഓൾറെഡി നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അത് ഞാൻ ഈ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കാരണം സാധാരണ നമുക്ക് ഫോർക്ക് ഓയിൽ സീലൊക്കെ മാറ്റി വരുമ്പോൾ സാധാരണ ഒരു ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് തന്നെ ഉണ്ട്, ലേബർ ചാർജ് അടക്കം. പാർട്സും ലേബർ ചാർജ് എല്ലാം കൂടി ഒരു 1000 രൂപയുടെ അടുത്ത് ചിലവ് തന്നെ ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പ്, ആ സ്റ്റീൽ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിനും വരും ഏകദേശം ഒരു 1000-1200 ഒരെണ്ണത്തിന് നമുക്ക് ചിലവ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് അഴിക്കേണ്ട കേസ് ഒന്ന് പറയാനായിട്ട് കേട്ടോ. എസ്റ്റിമേറ്റിലത് ഉൾപ്പെടുത്തുന്നില്ല, ബാക്കിത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താം. പിന്നെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് കാർബറേറ്റർ ക്ലീനിങ്ങാണ് അപ്പോൾ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് CDയുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടി എൻ്റെ കംപ്ലയിൻറ്റ്സ് കൺഫേം ചെയ്തിട്ട് ഒന്നുകൂടി ഇൻഫോം ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം. അത് കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.